സങ്കീർത്തനം 18:49 തിരുവചനത്തിൽ പ്രകാരം നമ്മൾ വായിക്കുകയാണ്: കർത്താവേ, ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കും. ഞാൻ അങ്ങയുടെ നാമത്തെ പാടി സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തുടർന്ന് കർത്താവിൻ്റെ നാമത്തെ പാടി സ്തുതിച്ച് ഈശോയെ ആരാധിക്കുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ആഗ്രഹിക്കാം. അതിനായി നമുക്ക് ദാഹിക്കാം. ഈ ശുശ്രൂഷയ്ക്കായിട്ട് നമ്മെ സഹായിക്കുന്നത് ഷാലോം ശുശ്രൂഷകനായ സോണി ജോണാണ്. സഹോദരനോട് ചേർന്ന് നന്നായിട്ട് കർത്താവിനെ സ്തുതിച്ച് അവിടുത്തെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 48-ാം തിരുവചനം. വചനം ഇങ്ങനെ പറയുന്നു: ഈശോ പറയുകയാണ്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, മനുഷ്യനെന്ന നിലയിൽ നമുക്ക് ഒത്തിരിയേറെ അപൂർണതകളുള്ള വ്യക്തികളാണ്. നമ്മുടെ വ്യക്തിത്വത്തിന് അപൂർണതയുണ്ട്, നമ്മുടെ സ്വഭാവങ്ങൾക്ക് അപൂർണതകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ സ്നേഹം അതിന് അപൂർണതയുണ്ട്. പലപ്പോഴും നമ്മുടെ ക്ഷമയ്ക്കും കാരുണ്യത്തിനുമൊക്കെ അപൂർണതകളുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾക്ക് അതിനെല്ലാത്തിനും അപൂർണതയുണ്ട്. അതുപോലെ നമ്മുടെ വിശുദ്ധിക്ക്, നമ്മുടെ വിശ്വസ്തതയ്ക്ക്, എല്ലാറ്റിനും അപൂർണതയുണ്ട്. പൂർണ്ണത നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ദൈവത്തിൽ മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ നോക്കുക. മത്തായി 5:45 ഇങ്ങനെ പറയും: അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. ആ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം, അത് പൂർണ്ണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആനന്ദവും സമാധാനവും നോക്കുക. സങ്കീർത്തകൻ പറയുന്നു, അവിടുത്തെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. ദൈവത്തിൻ്റെ ആനന്ദം പൂർണ്ണമാണെന്ന് സങ്കീർത്തകൻ അടിവരയിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും യോഹന്നാൻ 14:27 ഈശോ പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം. ഈ സമാധാനം നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ ആർക്കും, ഈ ലോകത്തിനോ ഒരു ശക്തികൾക്കോ സാധിക്കുകയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ ഈശോ അടിവരയിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ സമാധാനം അത് പൂർണ്ണതയുള്ളതാണ്. മനുഷ്യരുടെ സമാധാനം പോലെ അല്ല ദൈവത്തിൻ്റെ സമാധാനം. പ്രിയപ്പെട്ടവരെ, കാൽവരി കുരിശിൽ ഈശോ കുരിശിൽ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ക്ഷമയും അവിടുത്തെ കാരുണ്യവും എത്ര പൂർണ്ണമാണെന്ന് നമ്മളെ കാണിച്ചു തന്നു. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. ദൈവത്തിൻ്റെ ക്ഷമയും കരുണയും എത്രയോ പൂർണ്ണമാണെന്ന് അവിടുന്ന് കാണിച്ചു തരികയായിരുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളൊന്ന് അടയ്ക്കാം. നമ്മുടെ കരങ്ങളെ നമ്മുടെ മടിയിലൊന്ന് തുറന്നു വയ്ക്കാം. തുറന്നു വെച്ച കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും കർത്താവിനോട് സമർപ്പിക്കാം. വലിയൊരു ദാഹം ഇപ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അങ്ങയുടെ പൂർണ്ണതയിലേക്ക് എന്നെയും ഒന്ന് ഉൾച്ചേർക്കണമേ, അങ്ങയുടെ പൂർണ്ണതയിലേക്ക് എന്നെയും ഒന്ന് വലിച്ചെടുപ്പിക്കണമേ എന്ന് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ പരിപൂർണമായ സ്നേഹത്തിലേക്ക്, അവിടുത്തെ പരിപൂർണമായ വിശുദ്ധിയിലേക്ക്. പത്രോസ് 1:15 തിരുവചനം ഇപ്രകാരം പറയുന്നു: നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും സകല കാര്യങ്ങളിലും പരിശുദ്ധരായിരിക്കണമെന്ന്. കർത്താവേ, ഞങ്ങളുടെ പൂർണ്ണമായ പരിശുദ്ധിയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെയും അപൂർണങ്ങളായ ജീവിതങ്ങളെയും ഒന്ന് ഉൾച്ചേർക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ ഈ സ്തുതി ആരാധനയോടെ കടന്നു പോകുമ്പോൾ വലിയൊരു ദാഹം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ദൈവവുമായിട്ട് ഒന്നായി തീരുവാനുള്ള വലിയൊരു ആഗ്രഹം, പരിപൂർണനായ ദൈവവുമായിട്ട് ഐക്യപ്പെടുവാനുള്ള വലിയൊരു ദാഹം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. സാവധാനം നമ്മുടെ സ്വരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഇപ്പോൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധിയോട് ഒന്നായി ചേരുവാനുള്ള വലിയൊരു ദാഹം പരിശുദ്ധാത്മാവെ ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയം നിക്ഷേപിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവെ, ലോകമെമ്പാടുമുള്ള എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു കൂട്ടായ്മയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ അപൂർണങ്ങളായ സ്വഭാവ വിശേഷങ്ങളെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ പൂർണ്ണരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവമേ, ദൈവത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി വലിയ ദാഹം ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവെ, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവെ, വലിയൊരു ദാഹം ഇപ്പോൾ ലോകമെമ്പാടുള്ള സകല വ്യക്തികളിലും വ്യാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന സകല ജീവിതങ്ങളുടെ മേലും വലിയൊരു ദാഹം ഇപ്പോൾ അയക്കണമേ. ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം, ദൈവത്തിന് വേണ്ടി തീക്ഷ്ണമായി ആഗ്രഹിക്കാനുള്ള ഒരു ദാഹം ഇപ്പോൾ സകല ഹൃദയങ്ങളിൽ നിക്ഷേപിക്കണമേ. സകല ഹൃദയങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തണമേ. ദൈവ സാന്നിധ്യം കൊണ്ട് ഇപ്പോൾ എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ,
പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഞങ്ങളെ സഹായിക്കണമേ, സഹായിക്കണമേ, സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. അവിടുത്തെ പരിശുദ്ധിയോട് ചേർന്ന് നിന്ന്, അവിടുത്തെ സ്നേഹത്തോട് ചേർന്ന് നിന്ന്, ദൈവത്തിൻ്റെ കരുണയോടും ക്ഷമയോടും ചേർന്ന് നിന്നോട് നമുക്ക് ആരാധിക്കാം. പരിപൂർണനായ ദൈവത്തെ, ആ ദൈവത്തെ നമുക്ക് കരങ്ങളടിച്ച്, ഉച്ചത്തിൽ കരങ്ങളടിച്ച് ഈ ഗാനത്തോട് ചേർന്ന് ഇപ്പോൾ പാടി നമുക്ക് ആരാധിച്ച് പ്രാർത്ഥിക്കാം. യോഗ്യൻ സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. സ്തുതികളിൽ വസിക്കും ആത്മനാഥനെ ആരാധിച്ചിടാം. പരസ്പരം നോക്കി ബലപ്പെടുത്തി, ആത്മാവിന്റെ നിറവിൽ പരസ്പരം നോക്കാം. മറവിൽ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആത്മാവിന്റെ നിറവിൽ കുരിശിന്റെ മറവിൽ യേശുനാഥനെ ആരാധിച്ചിടാം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:25 തിരുവചനം ഇപ്രകാരം പറയുന്നു: അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല മനുഷ്യകരങ്ങളിൽ നിന്ന് അവിടുന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്നത്. കാരണം അവിടുന്ന് തന്നെയാണ് സകലർക്കും ജീവനും ശ്വാസവും മറ്റു സകലതും പ്രദാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതം എന്ന മഹാദാനത്തെ ഓർത്ത് കർത്താവിനെ ഇപ്പോൾ സ്തുതിക്കുക. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മറ്റു കാര്യങ്ങളെയൊക്കെ മാറ്റിവെച്ച് നമുക്ക് ഈ ഭൂമി എന്നിരിക്കുന്ന ജീവിതത്തെ ഓർത്ത്, ആ ജീവിതം എന്ന മഹാദാനത്തെ ഓർത്ത് മാത്രം ഇപ്പോൾ കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് നന്ദി പറയാം. ദൈവമേ, ഈ ഭൂമിയിൽ എനിക്കൊരു ജീവിതം തന്നതിനെ ഓർത്ത് ഞങ്ങളെ ആരാധിക്കുന്നു. ഈ ജീവിതത്തിന് ആവശ്യം എല്ലാ കൃപകളും എനിക്ക് നൽകുന്നതിനെ ഓർത്ത് ഞങ്ങളെ ആരാധിക്കുന്നു. നമുക്ക് ഹൃദയത്തിലേറ്റ് പറഞ്ഞ് ഉച്ചത്തിൽ പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം. ശക്തി ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. ശക്തി ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. മഹത്വം പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. മഹത്വം പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. കരങ്ങൾ ഉയർത്തി ശക്തമായ കരങ്ങൾ അടിച്ചു പാടാം. 1 തിമോത്തി 2:1 തിരുവചനം ഇപ്രകാരം പറയുന്നു: എല്ലാവർക്കും വേണ്ടി യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര സ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നെന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, നമ്മുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് വേണ്ടി മധ്യസ്ഥ യാചിക്കുവാൻ വേണ്ടി മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ കർത്താവ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ പ്രതി അവരെ ഓർത്ത് നന്ദി പറയുവാൻ കൂടി നമുക്ക് കടമയുണ്ടെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇതാ ഇപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളെ നമുക്ക് ഓർക്കാം. അവരുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിയുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഇപ്പോൾ നമുക്ക് നന്ദി പറയാം. ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ കരങ്ങൾ ഉയർത്തി, നമ്മുടെ കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. നമ്മുടെ കുടുംബാംഗങ്ങളെ ഓർത്ത്, നമ്മുടെ സഹപ്രവർത്തകരെ ഓർത്ത്,
അനുദിന ജീവിതത്തിൽ ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളെയും ഓർത്ത്, ഇതുവരെ ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത സകല വ്യക്തികളെയും ഓർത്ത്, ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളെയും ഓർത്ത്, എൻ്റെ ദൈവമേ, എൻ്റെ സഹോദരന്റെ ജീവിതത്തിൽ, എൻ്റെ സഹോദരിയുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വൻ കൃപകളെ ഓർത്ത് ഞാൻ അങ്ങേ ആരാധിക്കുന്നു എന്ന് പറയാം. ദൈവമേ, ലോകമെമ്പാടുമുള്ള സഹോദരങ്ങളിലേക്ക് അങ്ങ് ചൊരിയുന്ന എല്ലാ കൃപകളെയും അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞാൻ അങ്ങേ ആരാധിക്കുന്നു, ഞാനതിൽ സന്തോഷിക്കുന്നു, ഞാൻ അങ്ങേ മഹത്വപ്പെടുന്നു നമുക്ക് പറയാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സഹോദരനെ ഓർത്ത് ഞാൻ അങ്ങേ ആരാധിക്കുന്നു, അവരുടെ ജീവിതത്തിലൊക്കെ ചെയ്യുന്ന വൻ കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവമേ, നന്ദി പറയുന്നു. അവരെ അത്ഭുതകരമായിട്ട് പരിപാലിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവേ, ആരാധന. പിതാവേ, മഹത്വം, മഹത്വം, മഹത്വം. പരിശുദ്ധാത്മാവേ, നന്ദി, നന്ദി, നന്ദി. ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ ലോർഡ്. താങ്ക് യു ജീസസ്. അവരുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. തകർച്ചയിലിരിക്കുന്നവര്, രോഗത്തിലിരിക്കുന്നവര്, സാമ്പത്തിക കടബാധയിലിരിക്കുന്നവരെ ഓർത്ത് കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവരുടെ ജീവിതങ്ങളുടെ മേൽ അങ്ങ് ഇടപെടുന്നതിനോട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. യേശുവേ, ആരാധന, ആരാധന. താങ്ക് യു ലോർഡ്. കരങ്ങളടിച്ച് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, വല്ലഭനാമൻ രക്ഷകനേശുവിന്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, വല്ലഭനാമൻ രക്ഷകനേശുവിന്. എല്ലാ നാവും പാടിയിടും, മുഴങ്കാൽ മടങ്ങിയിടും, യേശുരാജനെ ആരാധിച്ചിടാം. എല്ലാ നാവും പാടിയിടും, മുഴങ്കാൽ മടങ്ങിയിടും, യേശുരാജനെ ആരാധിച്ചിടാം. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമാക്കിയതായി നിങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, നിങ്ങളുടെ പരിശുദ്ധിയിലേക്ക് ഞങ്ങൾ ഉൾച്ചേർന്നതിനാണ് ഞങ്ങളെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ലോകമെമ്പാടുള്ള സകല ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ ഞങ്ങൾ സാന്നിധ്യം നൽകുന്നതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ലോർഡ്. താങ്ക് യു ജീസസ്. We worship you, Lord. We adore you. യേശുവേ, യേശുവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹൃദയത്തിൽ പിതാവെ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ഹൃദയത്തിൽ പറയാം. പിതാവ് ദൈവം ഞങ്ങളുടെ പരിശുദ്ധിയിൽ ഞങ്ങളെ പങ്കുചേർത്തതിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിത്വങ്ങളെ നവീകരിച്ചതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പിതാവ്, ഞങ്ങളുടെ സ്നേഹത്താൽ ഞങ്ങൾ നിറച്ചതിനെ ഓർത്ത്, ഞങ്ങളുടെ പൂർണ്ണമായ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിച്ചതിനെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവസാന്നിധ്യത്താൽ ഇപ്പോൾ നിറച്ചതിനെ ഓർത്ത് ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിച്ചതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവസ്നേഹാനുഭവത്തിലേക്ക് ഞങ്ങൾ ആഴ്ത്തിയതിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ആരാധന